ഹായ് ഫ്രണ്ട്സ്, മസിനഗുഡി വഴി ഊട്ടി യാത്രയുടെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മസിനഗുഡിയിൽ നിന്ന് വിഭൂതി മലയിലേക്കാണ്. വിഭൂതി മലയുടെ മുകളിലേക്ക് യാത്ര തിരിക്കാൻ ഉരുളൻ കല്ലുകളും കുത്തനെയുള്ള കയറ്റങ്ങളും നിറഞ്ഞ ഈ വഴിയിലൂടെ ജീപ്പ് യാത്ര തന്നെ ഏതൊരു സഞ്ചാരിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒന്നാണ്. വശങ്ങളിൽ മുൾക്കാടുകളും വന്യതയും നിറഞ്ഞ വഴികൾ താണ്ടി മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച വാക്കുകൾക്കപ്പുറമാണ്. രണ്ട് മലകൾക്കിടയിലെ ചെറിയൊരു സമതല പ്രദേശമാണ് വിഭൂതി മലയുടെ മുകൾ ഭാഗം. അവിടെയാണ് വിഭൂതി മുരുകൻ കോവിൽ. മസിനഗുഡി തദ്ദേശവാസികളുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണിത്. ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചു നൽകിയതെന്ന് പറയപ്പെടുന്നു. മലയുടെ മുകളിലെത്തിയാൽ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് അവിടുത്തെ കാറ്റാണ്. നമ്മളെ പറത്തിക്കൊണ്ടു പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റാണ് വിഭൂതി മലയുടെ പ്രത്യേകത. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ മസിനഗുഡിയിലെ ഭംഗി ആസ്വദിക്കാം. കൃഷിയിടങ്ങളും തലയുർത്തി നിൽക്കുന്ന നീലഗിരി മലനിരകളും ഒരു അപൂർവ കാഴ്ചയാണ്. വിഭൂതി മലയുടെ മറുഭാഗത്ത് പച്ചപ്പും ഇലപ്പൊഴിച്ച മരങ്ങളും നിറഞ്ഞ വനപ്രദേശമാണ്. മസിനഗുഡിയിലെത്തുന്ന ഓഫ് റോഡ് പ്രേമികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വിഭൂതി മല. അത്രമേൽ സുന്ദരമാണ് വിഭൂതി മലയുടെ ഓരോ കാഴ്ചകളും. ഈ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. 36 ഹെയർ പിൻ കയറി ഇനി നമ്മൾ പോകുന്നത് മസിനഗുഡി ടു ഊട്ടിയിലേക്കാണ്. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.